ഹലോ ഗീസ്, അപ്പം എൻ്റെ മോൻ്റെ പുതിയൊരു തുടക്കം എന്ന് വേണം പറയാൻ. അവന് നഴ്സറിയിൽ ഡാൻസ് പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമാണ്. അപ്പോൾ അവൻ്റെ ഒരു മദർ എന്ന നിലയ്ക്ക് എനിക്കൊരു പ്രൗഡ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കുട്ടി ഒരു സ്റ്റേജിൽ പരിപാടിക്ക് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയല്ലേ. അപ്പോൾ എനിക്കങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും കൊണ്ടിട്ടാണ് വന്നത്. 12 മണിയാകുമ്പോൾ എത്തിച്ചേരാനാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞാലാണ് എത്തിയത്. പക്ഷെ അവർക്ക് ഇവിടെ വന്നേരം വിശക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ വിശക്കുന്നപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. അവർ കഴിച്ചതിന് ശേഷം അവരെ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. എന്നാലും ഞാൻ കഴിയുമ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് തന്നെ ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസിനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കുറച്ചൊരു ലൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാൻറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ പ്രോഗ്രാമിൻ്റെ ആ ഒരു നമ്പറൊക്കെ വിളിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ മാറ്റി നിന്നിട്ട് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഇത് പെൺകുട്ടികളുടെ ഡ്രസ്സാണ്, എനിക്ക് വേണ്ട അമ്മ എന്നൊക്കെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അവനത് മൈൻഡാക്കാതെ അവനെ വിഷയം മാറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി സ്റ്റേജിൽ പോയി നോക്കുമ്പോൾ ഫുള്ള് കരച്ചിലും ബീച്ചിലും ഒക്കെ. അപ്പം ഞാനൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് സ്മാർട്ടായിരുന്നു കളിക്കാൻ. പക്ഷേ കുറച്ചൊന്ന് കരഞ്ഞെങ്കിലും പിന്നെ അവന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവന് ഇതാ ട്രോഫി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഡാൻസ് കളിച്ചിട്ട് അവന് സമ്മാനം കിട്ടിയല്ലോ എന്നുള്ള പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.